പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിന്റെ മാധ്യസ്ഥതയിൽ ഇന്ന് ഈ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലത് കർത്താൻ മക്കളെ സ്പർശിക്കണമേ. അടിപ്പണ്ട പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. എല്ലാ കോശങ്ങളിലും എല്ലാ പെശുകളിലും ഞരമ്പുകളിലും ചുമൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികളെ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കള് ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ, അങ്ങയുടെ മക്കള് ഇന്ന് നടത്തുന്ന യാത്രകൾ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അങ്ങയുടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന കടലാസുകൾ, രേഖകൾ, കർത്താവെ, എല്ലാം നീ അറിയാനും അതുമൂലം ഉണ്ടാകുന്ന എല്ലാവിധ അതും ഈ എന്തിനു വേണ്ടിയാണ് ചെയ്യണത്, ആ വിഷയം ലക്ഷ്യം കാണാൻ വേണ്ടി, അത് എത്രയും സ്പീഡായിട്ട് കാണാൻ വേണ്ടിയും സമയ ചുരുക്കത്തിൻ്റെ അമ്മയെ സഞ്ചാരി മാതാവേ, അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കള്, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലുണ്ടാകുന്ന രോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ രജിസ്റ്റർ കച്ചേരിയിലൊക്കെ പോയി പണം കൊടുത്ത് സ്ഥലമൊക്കെ വാങ്ങിച്ച് പ്രമാണം ചെയ്യത്തില്ലേ? പക്ഷെ നമുക്ക് ആ പ്രമാണം ഇവിടെ ഇങ്ങനെ തരത്തിലല്ല കയ്യിൽ. എന്താ പറയണത്? അവർ പറയാം, അപ്പോൾ ആധാരം എഴുത്തുകാർ നമ്മൾ പറയും 20 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, അത് കഴിഞ്ഞിട്ട് പോക്കുവരവ് ചെയ്തിട്ട് തരാമെന്ന് പറയും. പോക്കുവരവ് നമ്മളൊന്ന് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ആധാരം എഴുത്തുകാരൻ തന്നെ പൈസ കൊണ്ട് അടച്ച് ചെയ്തു തരും. പക്ഷെ എന്തിനാണ് 20 ദിവസം എന്ന് പറയണത്? 20 ദിവസം നമുക്ക് ആ പ്രമാണം പൈസ കൊടുത്താണേ, പൈസ കൊടുത്തതാണെങ്കിലും നമുക്ക് പ്രമാണം തരുന്നില്ല. പ്രമാണം ചെയ്തതാണ്, രജിസ്റ്റർ ചെയ്തതാണ്, പക്ഷെ നമുക്ക് കയ്യിൽ തരണില്ല. എന്താ കാര്യം? അതൊരു ഡോർമെന്റ് പീരീഡാണ്. എന്താണ്? ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ അവർക്കൊരവസരം കൊടുക്കണം. നമ്മൾ പറയും, നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണെങ്കിലും അവകാശികൾ വരെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി, ആക്ഷേപം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഗവൺമെൻറ് നിശ്ചയിക്കണമാണത്. അപ്പം അത് നിസ്സാര കാര്യമല്ല. ഇനി ആക്ഷേപം ഉന്നയിക്കപ്പെട്ടാലാ നമുക്ക് ടാക്സ് അടക്കാൻ പറ്റത്തില്ല. ആക്ഷേപം റെക്ടിഫൈ ചെയ്യേണ്ടി വരും.
അതിൽ അവകാശം ഉണ്ടെങ്കിൽ അവിടെ അവകാശം കൊടുക്കേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും. അവർക്ക് ആക്ഷേപം ഇല്ലെന്ന് പറയണവരെ ആ സാധനം മുന്നോട്ട് പോകും. എന്നാലും നമുക്ക് പൊക്ക് ഇരവ് ചെയ്ത് നമ്മുടെ ഉടമസ്ഥാവകാശത്തിൽ ക്രയവിക്ര സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ ദൈവത്തോട് ഇപ്പോൾ ഉടമ്പടി ചെയ്ത് ജീവിക്കുന്ന അനേകം മക്കളുണ്ട് അല്ലേ? ആ ഉടമ്പടി ദൈവദർശന് രജിസ്റ്റർ ആകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആക്ഷേപരഹിതരായിരിക്കണം. നമ്മുടെ ഉടമ്പടിയിൽ ആരും ആക്ഷേപം ഉന്നയിക്കരുത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട വീട്ടുകാരൻ. കാര്യം നമ്മൾ എന്ത് ആരാണെന്ന് പറഞ്ഞാലും വീട്ടുകാർക്കറിയാം നമ്മൾ ആരാണെന്ന്. പുറമെ നമ്മൾ എന്ത് കാണിച്ചാലും വീട്ടുകാർക്കറിയാം നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് പുള്ളിയാണെന്ന്. അപ്പം നമ്മൾ ഓരോരുത്തർക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങിക്കും. എന്നിട്ട് പറയും ശമ്പളം കിട്ടുമ്പോൾ താന്ന് പറയും. ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ അതിന് ബൈക്കാ അല്ല കാറാ വാങ്ങിക്കും. അപ്പോൾ അവരുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാതെ, നമ്മൾ പൈസ വാങ്ങിച്ച കക്ഷികൾക്ക് മക്കളുടെ അഡ്മിഷൻ കിട്ടാതെ അവർ വീട്ടിൽ നിന്ന് വലയും. അപ്പം ഇത് ആക്ഷേപമാണ് ശരിക്കും. എന്താ കാര്യം? നീ അവരോട് പറഞ്ഞത് വഞ്ചന കാണിച്ചു എന്നുള്ളത് ആക്ഷേപം. അപ്പം എന്ത് പറ്റും? നിന്റെ ഉടമ്പടി രജിസ്റ്റർ ആകത്തില്ല. ഇനി ഉടമ്പടി എടുത്തില്ലെങ്കിലും എന്താ പറയുക, നിന്റെ പ്രാർത്ഥനകളൊന്നും രജിസ്റ്റർ ആകത്തില്ല. ഉടമ്പടി എടുത്താൽ അപ്പം നിങ്ങളവർക്ക് ആക്ഷേപം ഉന്നയിച്ച ഉടമ്പടി എടുത്തല്ലേ പ്രശ്നമാണ്. അങ്ങനെയല്ല. പ്രാർത്ഥനാ ജീവിതത്തിൽ നീ ഉടമ്പടി എടുക്കണില്ലെന്ന് വിചാരിച്ചോ, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടത്തില്ല. എന്താ കാര്യം? അതിനുള്ള ആക്ഷേപമുണ്ട്. അതാണ് റോമ 4:8 പറയണത്. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. ഏറ്റവും നല്ലത് ആക്ഷേപരഹിതമായത് ഇത് വീട്ടുകാരേക്കാൾ പ്രശ്നമാണ് കർത്താവ്. നമ്മൾ എത്ര വലിയ പൊന്നും കുടമാണെന്ന് പറഞ്ഞാലും കർത്താവ് നിന്നോട് കുറ്റമില്ലാത്തവനാണെന്ന് പറയുന്നിടത്ത് വരെ നമ്മുടെ പ്രാർത്ഥനകൾ അതിൻ്റെ മറുപടി പമ്മാൻ സാധ്യതയുണ്ട്. പല ആൾക്കാരുടെയും പ്രാർത്ഥനകൾ പമ്മുമ്പോഴേ നമ്മളെപ്പോഴും ഓർക്കേണ്ട, ഉത്തരം കിട്ടാതെ താമസിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റാത്തപ്പോഴും ഒക്കെ ആധ്യാത്മിക വരൾച്ച തോന്നുമ്പോഴൊക്കെ ഓർക്കണം, നമ്മുടെ മേലെ ആക്ഷേപം ഉണ്ടോ എന്ന് നോക്കണം. മുൻപുകാലത്തെ ഏറ്റവും വലിയൊരു നടപടിക്രമമാണ് ദൈവം നമ്മുടെ മേലെ ആക്ഷേപം ഉന്നയിക്കാതിരിക്കാനുള്ള മാർഗത്തിലേക്ക് നമ്മൾ ആത്മാവിനെ പരിവർത്തനം ചെയ്യേണ്ടതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ഹൃദയം ഒരു കർത്താവിൻ്റെ വചനങ്ങളിലേക്ക് വരുമ്പോഴും ഉടമ്പടി ജീവിതത്തിലേക്ക് ജീവിതം തുറന്നു വെക്കുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തോട് ചോദിക്കണം. അല്ല, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൻ തീരുമാനിച്ചു, എൻ്റെ അമ്മ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു, അതിന് വേണ്ടി എന്നെ സഹായിക്കാൻ ദൈവം ആരും ഗുണ്ട പണിക്ക് വരികയാണ്. നിൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ദൈവം ആരാണ്?
നിൻ്റെ ഗുണ്ടാപ്പണിക്ക് വേണ്ടി വരാൻ പോകണം. നീ എൻ്റെ കൊട്ടേഷൻ എടുത്തിരിക്കണം, ഉടമ്പടിയാണ് നീ എടുത്തിരിക്കണം, കൊട്ടേഷനാണ് എടുത്തിരിക്കണം മാതാവിൻ്റെ. അപ്പോൾ ഈ അഭ്യാസം കാണിക്കാതെ സത്യസന്ധമായിട്ട് ഹൃദയം നുറുങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങേ സ്വീകരിക്കാൻ, ആത്മാവിൽ നിറയാൻ, ഹൃദയം നുറുക്കുന്ന അനുതാപത്താൽ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഒരുമിച്ച് എല്ലാവരും എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ, സ്വരത്തിൽ പാടുക, ഒരുമിച്ച് പാടുക എല്ലാവരും. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, ആത്മാവാൻ ദൈവമേ, ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. Praise the Lord. Praise the Lord. അപ്പോൾ നിങ്ങൾ ഉള്ളുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കണം. എന്താണ്? ആത്മാവേ എന്നിൽ അഭിഷേകം ചെയ്യണമേ. നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടി ധ്യാനത്തിൻ്റെ സ്പാൻ ആൻഡ് ലൈഫ് ഓഫ് കവനന്റ് റിട്രീറ്റ് എന്താ ഓരോ ഉണ്ട്. ഉടമ്പടി ധ്യാനത്തിൻ്റെ സ്പാൻ ഓഫ് കവനന്റ് ആൻഡ് ലൈഫ് ഓഫ് ദി കവനന്റ് എന്തുമാത്രമാണെന്നറിയാവോ? ദൈവവചനം പോലെ തന്നെയാണ് അതിൻ്റെ കവനന്റ്. ഇത് സത്യമായ കാര്യമാണ് അച്ഛനിലൂടെ ഈശോ പറയണത്. ഞാൻ പഠിപ്പുന്നതെങ്കിൽ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയത്തില്ല. വാട്ട് ഈസ് ഹാപ്പൻഡ് ഇൻ ദ ബൈബിൾ, വാട്ട് ഈസ് ദ മെൻറ്റാലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഗോഡ്, ഇറ്റ് വിൽ ബി റിവീഡഡ്. അതാണ് നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരണത്. അപ്പം നിങ്ങൾ അതിനെ അബൈഡ് ചെയ്ത് വരണം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഉടമ്പടി ധ്യാനത്തില് അങ്ങയുടെ വചനം കേൾക്കാൻ എന്നെ എന്റെ ആത്മാവിനെ ഒരുക്കണമേ, എന്റെ ഹൃദയത്തെ നുറുക്കണമേ, എന്റെ ആത്മാവിനെ ഒരുക്കണമേ, എന്റെ ഹൃദയത്തെ നുറുക്കണമേ. ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, ആത്മാവേ, അപ്പോസ്തലന്മാരിൽ ഇറങ്ങി വസിച്ച സഭയുടെ ആത്മാവേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ കർത്താവിന്റെ കൈകാലുമായി അപ്പോസ്തലന്മാരെ പോലെ കാലത്തില് കർത്താവിനെ കൈമാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാൻ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു
നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എൻ്റെ പേര് ജോസഫ് ജോർജ് ഡിക്രൂസ്. ഞാൻ കൊല്ലത്ത് ചവറ കോവിൽത്തോട്ടം സെൻറ്റ് ആൻഡ്രൂസിൻ്റെ പേരിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഡിസംബർ 4-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടിക്കകത്ത് എനിക്ക് 3 കാര്യങ്ങൾ ആദ്യം സാധിച്ചു. അത് ഞാൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇത് രണ്ടാമത്തെ സാക്ഷിയാണിത്. എനിക്ക് എൻ്റെ ഇളയ ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ ഉടമ്പടി വെച്ചായിരുന്നു. ആ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ 2021 മാർച്ച് മാസം ഈ എൻ്റെ ഇളയമോളും കുഞ്ഞും ഇളയമോളും ഭർത്താവും ദുബായിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ മാർച്ച് മാസം 2 പേരും കൂടെ, ഞാനും എൻ്റെ വൈഫും കൂടെ ദുബായിൽ പോയി. അപ്പം 4 വർഷമായിട്ട് കുഞ്ഞ് ലഭിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി ദിവസേന രാവിലെ പ്രതീക്ഷണ പ്രാർത്ഥനയും ചെല്ലുമായിരുന്നു. ഇവിടുത്തെ 5:30 മണി എന്നുള്ളത് അവിടെ വെളുപ്പൻകാലത്ത് 4 മണിയായിരുന്നു. ആ 4 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റ് എല്ലാ ദിവസവും മുടങ്ങാതെ പ്രതീക്ഷണ പ്രാർത്ഥന ചെല്ലും. അതുപോലെ തന്നെ വൈകിട്ടും പ്രാർത്ഥന ചെല്ലുമായിരുന്നു. ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലും. അതിനുശേഷം എൻ്റെ മോൾക്ക് ഞങ്ങൾ ആ ഉടമ്പടി തൈലം എല്ലാ ദിവസവും തേച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ ഏപ്രിൽ മാസം ആദ്യമായപ്പോൾ നാട്ടിൽ വന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ മെയ് മാസമായപ്പോൾ എൻ്റെ കുഞ്ഞ് പ്രഗ്നൻ്റാണെന്ന് പറഞ്ഞ് വിവരം വിളിച്ചു പറഞ്ഞു. അതിനകത്ത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അമ്മയ്ക്ക് ഒരു നന്ദി പറയുന്നു. അത് കഴിഞ്ഞ ശേഷം 8 മാസം വരെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു. 8 മാസമായപ്പോൾ കുഞ്ഞിന് ചെറിയ പ്രോബ്ലം വന്നു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ ജനുവരി 20-ാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞത്. എങ്കിലും ഡിസംബർ 12-ാം തീയതി ആയപ്പോൾ കുഞ്ഞിനെ ഓപ്പറേഷനിലൂടെ എടുത്തതിന് ശേഷം കുഞ്ഞിന് അന്നേരം 1.44 kg വെയിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കുഞ്ഞിനെ NSCയിൽ കിടത്തി 20 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് 1.9 kg കിട്ടി. അങ്ങനെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ അന്ന് ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കുഞ്ഞിന് ഇത് വെയിറ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർമാർ അതിന് ചോദിച്ചു, ഇതെന്തൊരു അത്ഭുതമാണ്, പെട്ടെന്നാണല്ലോ കുഞ്ഞിന് വെയിറ്റ് കൂടി വരുന്നതെന്ന്. അപ്പോൾ 20 ദിവസം കഴിയുന്നതിന് മുമ്പേ കുഞ്ഞിനെ കിട്ടി. അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു ഇങ്ങനെ NSC കിടക്കുന്നിട്ട് കുഞ്ഞിന് ഹിർണിയ എന്നൊരു അസുഖം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ മോളത് കുളിപ്പിക്കുമ്പോഴെല്ലാം ശ്രദ്ധിച്ചപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നി. അങ്ങനെ നോക്കിയപ്പോൾ അത് ഹിരണിയാണ്. അപ്പോൾ മോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നാട്ടിൽ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ മോള് മാർച്ച് മാസം നാട്ടിൽ വന്നു. ഫെബ്രുവരി 28-ാം തീയതി നാട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങളൊരു അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച്, തിരുവനന്തപുരത്ത് നല്ലൊരു ഹോസ്പിറ്റലായിരുന്നു, അവിടെ കൊണ്ടുചെന്ന് കാണിച്ചെന്നെ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലാതെ ഇതില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മാർച്ച് 5-ാം തീയതി ഓപ്പറേഷൻ ഡേറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് കാണിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെന്നു. ആ 5-ാം തീയതി രാവിലെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് അനസ്തേഷ്യ കൊടുത്ത് കുഞ്ഞിന് അനസ്തേഷ്യ കൊടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി ഒരു ഞങ്ങളെടുത്തിരുന്നപ്പോൾ ഞങ്ങൾ അതിന് മുമ്പായിട്ട് ഞാൻ ഈ പ്രതീക്ഷണ പ്രാർത്ഥനയും ചെല്ലും കുഞ്ഞിനെ തൈലവും തേച്ചുകൊണ്ടാണ് ഞങ്ങൾ കുഞ്ഞിനെ ഡോക്ടറിൻ്റെ കയ്യിൽ അനസ്തേഷ്യ ഡോക്ടറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അങ്ങനെ അത് കൊടുത്തതിന് ശേഷം ഞങ്ങൾ കയറി കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്നിരുന്ന് ഞങ്ങൾ പ്രതീക്ഷണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാം പെട്ടെന്ന് ഒരു സൗണ്ട്, അവിടെ എന്തോ കുഴപ്പം സംഭവിച്ചു. ഇപ്പോൾ സംഭവിച്ചത് ആ കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് തീ പിടിച്ചു. പെട്ടെന്ന് തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ കുഞ്ഞിനെയും കൊണ്ട് ഓട്ടമാണ് ഓടി താഴെ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിന് എന്തോ ദൈവശക്തിയുണ്ട്, അല്ലെങ്കിൽ നമ്മളതിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ബ്ലേഡ് വെച്ചിരുന്നെങ്കിൽ കുഞ്ഞിനെ ഒരിക്കലും കിട്ടില്ലായിരുന്നു. അമ്മയുടെ എങ്കിലും കൊണ്ട് അപ്പോൾ ഞങ്ങളിരുന്ന് പറഞ്ഞു, ഇത് സംഭവം ഉണ്ടായപ്പോഴും പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട, അമ്മയുടെ കുഞ്ഞാണ്, അവർക്കൊരു കുഴപ്പവും വരത്തില്ല. അങ്ങനെ കുഞ്ഞിന് സുഖമായിട്ട് ഇപ്പോൾ നല്ല സന്തോഷത്തോട് കുഞ്ഞൊരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. അങ്ങനെ ദൈവമാതാവിന് 1000 നന്ദി പറയുന്നു. അത് കഴിഞ്ഞ്
ഏപ്രിൽ മാസം ഇവർ മാർച്ചിൽ വന്നപ്പോൾ 1 മാസത്തെ ലീവിനാണ് വന്നത്. അപ്പം 1 മാസത്തിന് മുമ്പ് ഞാൻ മാമോദീസ നടത്തി കുഞ്ഞിനെ ഹസ്ബൻഡിന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നിൽപ്പോൾ കാണാം എൻ്റെ മോൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു അസുഖം വന്ന്, ഗോൾ ബാർഡറിന് ഒരു പ്രോബ്ലം വന്ന്. അങ്ങനെ അതിനെ 10-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ആഹയ്ക്ക് എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് പ്രയാസങ്ങൾ വന്നു. പക്ഷേ ഒരു കുഴപ്പമില്ലാതെയും ആ ഓപ്പറേഷൻ വളരെ സക്സസ് ആയിട്ട് നടത്തി, കുഴപ്പമില്ലാതെ കുഞ്ഞിനെ മാമോദീസ മാർച്ച് 28-ാം തീയതി നടത്തി. അവളുടെ ഹസ്ബൻഡിന് ഏപ്രിൽ മാസം 1-ാം തീയതി പോകാനും സാധിച്ചു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ പറയുന്നത്, എൻ്റെ മൂത്ത കുട്ടിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് അവൾക്ക് IELTS എഴുതിയപ്പോൾ നല്ല സ്കോറോടുകൂടി അമ്മയെടുത്ത് വന്ന് പ്രാർത്ഥിച്ച്, ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് അടുത്ത മാസം ഞാൻ വന്ന് പത്രം മേടിക്കാനായിട്ട് വന്നപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞ്, നമ്മളൊന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇന്ന് തന്നെ അവളുടെ റിസൾട്ട് റിസൾട്ട്. അപ്പോഴാണ് അവൾ വിളിച്ചു പറയുന്നത് അവൾക്ക് നല്ല സ്കോറോടുകൂടി 8.85 മാർക്കോടുകൂടി സ്കോർ കിട്ടി, IELTSന് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അവൾക്ക് UK പോകാനുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂവിന് പ്രോസസ്സ് നടത്തി പെട്ടെന്ന് എത്രയും പെട്ടെന്ന് 1 മാസം പോലും എടുക്കുന്നത് ഏപ്രിൽ മാസം 12-ാം തീയതി അവൾക്ക് UK പോകാനുള്ള ചാൻസ് കിട്ടി, 2ാമത് തെരഞ്ഞെടുക്കും കിട്ടി. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോളുടെ ഹസ്ബൻഡിന് അവ കുറേ കാലമായിട്ട് ഒരു PhD ചെയ്ത് അത് മുടങ്ങി കിടക്കുകയായിരുന്നു, ഒരു വിധത്തിലും ചെയ്ത. ഈ മാസം ഞാനത് പ്രത്യേക ഉടമ്പടിയിൽ വെച്ചു, പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, മോനെ നീ പ്രതീക്ഷണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് പോകണം. ഒരു ബുക്ക് ഞാൻ അവർക്ക് കൊടുത്തായിരുന്നു, തൈലം കൊടുത്തതുകൊണ്ട് നീ ഈ തൈലം തേച്ചുകൊണ്ട് നീ പ്രസൻറ്റേഷന് പോകുമ്പോൾ ഇത് പോവുക, നിനക്കൊരു കുഴപ്പവും വരുന്നില്ല, ഈ പ്രാവശ്യം നിനക്കൊരു കുഴപ്പമില്ലാതിരുന്നു. അതുപോലെ തന്നെ സൂക്ഷ്മം പോലെ അവനും ആ PhD കിട്ടി. ദൈവമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത് കണക്ക് നേരത്തെ ഞാനൊത്തിരി പറഞ്ഞു, എൻ്റെ മൂത്ത മോളുടെ കുഞ്ഞിന് ഒരു സംസാരത്തിന് വൈകല്യം ഉണ്ടായിരുന്നു. അത് ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിനെ കഴിഞ്ഞ ഒരാണ്ട് പറഞ്ഞതാണ്, പെട്ടെന്ന് തന്നെ അത് സംസാര തടസ്സം മാറി നല്ല എന്തോ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവർക്ക് ദുബായിൽ കോവിഡ് കാലഘട്ടത്തിലാണ് ഇവളുടെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ആ ജോലി തീരുന്നതിന് മുമ്പായിട്ട് ഇവൾക്ക് പെട്ടെന്നൊരു ജോലി, ആ സമയത്ത് മാതാവ് അനുഗ്രഹിച്ചൊരു ജോലി അവൾക്ക് കിട്ടി. അതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി. അതിനുശേഷം ഞങ്ങളെ വടക്കുമാസം മാതാവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒക്ടോബർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തിരിച്ച് ഒക്ടോബർ മാസത്തിൽ അവന് നല്ലൊരു ജോലി കിട്ടി. ഞങ്ങളെ മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്ന ദൈവമാതാവിന് 1000 നന്ദി ഞങ്ങൾ പറയുന്നു. എൻ്റെ പേര് അനുഷ സോണിയാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. എനിക്ക് 6 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. PCOD അസുഖം ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. അത് പ്രാർത്ഥിച്ചു 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആകുകയും ചെയ്തു. PCODയുടെ ഒരു കുഴപ്പമില്ലാതെയാണ് എനിക്ക് പ്രഗ്നൻ്റ് ആകാൻ പറ്റിയത്. അത് കഴിഞ്ഞു മോന് 1 വയസ്സായി കഴിഞ്ഞത് ഉടനെ തന്നെ അടുത്ത് ഞാൻ പ്രഗ്നൻ്റായി. അങ്ങനെ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നതാണ്. അമ്മ മാതാവ് തന്ന അനുഗ്രഹിച്ച അനുഗ്രഹത്തിന് കോടാനുകോടിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമത് എൻ്റെ ചേട്ടൻ ഡോക്ടറായിട്ട് പഠിച്ചു, എക്സാം പാസ്സാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ അതും നടത്തി തന്നു അമ്മ മാതാവ്. ഇപ്പോൾ ചേട്ടൻ ഡൽഹി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 1 വർഷത്തേക്ക് അവിടെ ഡോക്ടറായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇത് രണ്ടുമാണ് എനിക്ക് അമ്മ മാതാവ് തന്ന ഏറ്റവും വലിയ 2 അനുഗ്രഹങ്ങളും. അമ്മ മാതാവിന് കോടാനുകോടി നന്ദികളും ഞാൻ പറയുന്നു. എൻ്റെ പേര് റോണിയ. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. 8 ഏക്കർ പള്ളി ഇടവകയാണ് ഞാൻ 2019 ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ 2018 തൊട്ട് OET എക്സാം, ഞാനിവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ 2018 തൊട്ട് ഞാൻ OET എക്സാം എഴുതുന്നുണ്ടായിരുന്നു. 3 പ്രാവശ്യം എഴുതി, ഞാൻ 3 പ്രാവശ്യം തോറ്റുപോയി. അങ്ങനെ ഞാൻ കൃപാസനം പത്രം വായിക്കുകയുണ്ടായി. സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ കേട്ട് മനസ്സിലായി കഴിഞ്ഞപ്പം ഞാൻ OETയുടെ 3ാമത്തെ എക്സാമിൽ റിവാലുവേഷന് കൊടുത്തു. അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് C ഗ്രേഡ് ആയിരുന്നു റൈറ്റിങ്ങിന്. അത് റിവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ B ഗ്രേഡായി കിട്ടി. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത്. രണ്ടാമത് ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. 2019 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്ന് അയച്ച ലെറ്ററൊന്നും എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടിയില്ല. പിന്നെ ഇൻ്റർവ്യൂ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആ സമയത്താണ് കോവിഡ് വന്നത്. അങ്ങനെ എനിക്ക് എൻ്റെ പ്രോസസ്സിങ് 1 വർഷത്തോളം നീണ്ടുപോയി. അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്കിനി അയർലൻഡ് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ UK പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതും ഈ കോവിഡ് കാരണം കൊണ്ട് എൻ്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല.
കാലാവധി എല്ലാം കഴിഞ്ഞു, ഇനി എനിക്ക് പോകാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. പക്ഷേ മാതാവിൻ്റെ കൃപാസന പത്രം വായിക്കുകയും കാശുരൂപം വെച്ച് എന്നും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ അയർലൻഡിലെ ഡിസിഷൻ ലെറ്ററിൻ്റെ കാലാവധി അവർ നീട്ടിത്തന്നു, 6 മാസത്തേക്ക് നീട്ടിത്തന്നു. അതിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അയർലൻഡിൽ പോകാൻ സാധിച്ചു. പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ അവിടെ കിട്ടണ്ടായിരുന്നില്ല. പക്ഷേ അവസാനം പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ വരികയും എന്നെ അങ്ങോട്ട്, ഞാൻ നഴ്സാണെങ്കിലും എന്നെ അങ്ങോട്ട് കെയറായിട്ടാണ് എടുത്തത് അവർ. പക്ഷേ അവിടെ ചെന്നു, അയർലൻഡിൽ ഒരു 2 മാസത്തിനുള്ളിൽ എനിക്ക് പോകാൻ പറ്റി. പിന്നീട് അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കെയറായിട്ടിരുന്ന ഞാൻ പെട്ടെന്ന് അവിടെ നഴ്സിൻ്റെ വേക്കൻസി വരികയും എന്നെ അവർ നഴ്സായിട്ട് നിയമിക്കുകയും ചെയ്തു. ഇവിടെ അതാണ് എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം. പിന്നെ ഇവിടെ ഞാൻ PSC എഴുതി നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഗവൺമെൻറ്റിൽ. അപ്പോൾ 5 വർഷം അവർ ലീവ് തരില്ലെന്ന് എനിക്ക് പറഞ്ഞു. അതിൻ്റെ പുറകെ ഞാൻ കുറേ ഓടി.